ഹായ് ഫ്രണ്ട്സ്, ചങ്ങായി വ്ളോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വീഡിയോ അവിൽ വിളയിച്ചതിൻ്റെതാണ്. അതിനാവശ്യമായിട്ട് 300 ഗ്രാം അളവിൽ ഞാൻ ഇവിടെ അവിലെടുത്തിട്ടുണ്ട്, കുത്തരിയുടെ അവിലെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ബൗളിലേക്ക് പൊട്ടുകടലയും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് ഒരു ഉരുളിയാണ് ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഉരുളിയിലേക്ക് ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു വലിയ സ്പൂണിൽ നെയ്യ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കടല കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പൊട്ടുകടലയൊക്കെ നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഈ നെയ്യിൽ വെച്ചിട്ട് തന്നെ കരിഞ്ഞു പോകാതെ നമ്മൾ വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൊട്ടുകടലേക്ക് ഒന്ന് ചുവന്ന് വരുന്ന സമയത്ത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇതിനെ ഒന്ന് മാറ്റി കൊടുക്കാം. വളരെ സിമ്പിളാണ്, ഈസി സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. ഈ ഒരു അവിൽ വിളയിച്ചത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് 10 മിനിറ്റ് പോലും ആവശ്യമായിട്ട് വരത്തില്ല. ഇതിൻ്റെ പാടുള്ള ഒരു ഭാഗമായിട്ട് വരുന്നത് നമ്മൾ ശർക്കര പാനിയാക്കി എടുക്കുന്ന ആ ഒരു ഭാഗം മാത്രമാണ് നമുക്ക് കുറച്ച് ടൈം എടുക്കുന്നത്. അല്ലാതെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കടലയൊക്കെ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ആ ഒരു നെയ്യിൽ തന്നെ ഞാൻ ഒരു അരമുറി തേങ്ങ കൂടി തിരുമിയത് എടുത്തിട്ടുണ്ട്. പൊടിയായിട്ട് തിരുമിയെടുത്തിട്ടുള്ള തേങ്ങയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം നെയ്യുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയല്ലേ, അത് വേറെ ഒന്നുമില്ല, നമ്മൾ കടല വറുക്കുന്ന സമയത്ത് ആ കടലപ്പൊടിയുടെ ആ ഒരു കളറാണ് അതിൽ വന്നിട്ടുള്ളത്. കടല മൂത്ത് വന്നപ്പോഴത്തേക്കും നെയ്യ് കുറച്ച് കറുത്ത കളറായെന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് തന്നെയാണ് ഞാൻ ഈ ഒരു തേങ്ങാക്കൂട്ട് കൂടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന അവിലിനനുസരിച്ചിട്ട് വേണം തേങ്ങയുടെ അളവ് കൂട്ടാനും കുറയ്ക്കാനും ആയിട്ട്. അപ്പോൾ തേങ്ങയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന ആ ഒരു സമയം വരെ നമുക്ക് ഈ ഒരു തേങ്ങ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അല്ലാതെ നമ്മൾ തീയലിനൊക്കെ വറുത്തെടുക്കുന്നത് പോലെ വറുത്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതാ ഏതാണ്ടൊക്കെ നമ്മുടെ തേങ്ങ ഒന്ന് ചുമന്ന് വരുന്നൊരു കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു 300 ഗ്രാം അളവിൽ ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ തേങ്ങ എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ശർക്കര കൂടി ഉരുക്കിയത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശർക്കരയൊക്കെ ഞാൻ ഇവിടെ ഉരുക്കി എടുത്തിട്ടുള്ളത് കുറച്ച് ലൂസായിട്ടാണ്. ഒറ്റനൂൽ പരുവത്തിലൊന്നും നിങ്ങൾ ശർക്കര റെഡിയാക്കി എടുക്കാൻ നിൽക്കരുത് കേട്ടോ. ഒറ്റനൂൽ പരുവത്തിലൊക്കെ നമ്മൾ ശർക്കര എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ അവിൽ വിളയിച്ചത് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നല്ല രീതിക്ക് ഹാർഡായി പോവുകയും ചെയ്യും. നമുക്ക് അവിലൊന്നും കഴിക്കുമ്പോഴത്തേക്ക് ഒരു സോഫ്റ്റ് ഉണ്ടാകില്ല കേട്ടോ, ആ ഒരു ടേസ്റ്റും നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ എത്രമാത്രം അവിലും തേങ്ങയൊക്കെ എടുക്കുന്നുണ്ടോ അതനുസരിച്ചിട്ട് ശർക്കര പാനിയാക്കി എടുക്കാൻ ശ്രദ്ധിക്കണം. വെള്ളം കൂട്ടി വെച്ചിട്ട് ശർക്കര പാനിയാക്കി എടുക്കാനും നിൽക്കരുത്. ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ള ആ ഒരു പരുവമാണ് നമ്മുടെ ശർക്കര റെഡിയാക്കി എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ശർക്കരയിലേക്ക് 1 സ്പൂൺ നെയ്യ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള തേങ്ങയും ശർക്കരയും നെയ്യും എല്ലാം ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ശർക്കരയും നെയ്യൊക്കെ നല്ലതുപോലെ തന്നെ ഉരുകി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 3-4 അല്ലി ഏലക്കയും അല്പം മാത്രം ജീരകം ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നല്ലതുപോലെ ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിട്ടുള്ള അവിൽ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് കട്ടിയുള്ള സൈസ് അവിലാണ് എടുത്തിട്ടുള്ളത്. നൈസ് അവിലാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അവിലിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മളെപ്പോഴും കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഒരുമിച്ചിട്ട് കൊടുത്തിട്ട് ഇളക്കി എടുക്കാനായിട്ട് പാടില്ല. അപ്പോൾ നമ്മൾ ആദ്യം ഇട്ട് കൊടുത്ത അവിൽ ശർക്കരയിലും തേങ്ങയിലൊക്കെ നല്ലതുപോലെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള അവിൽ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എത്രമാത്രം അവിൽ വിളയിച്ചത് ഉണ്ടാക്കുന്നുവോ അതനുസരിച്ചിട്ട് വേണം അവിലും ശർക്കരയും തേങ്ങയൊക്കെ നിങ്ങൾ എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ബാക്കി അവിൽ കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് നെയ്യ് ചേർക്കുന്നത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നെയ്യിൽ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ.
അപ്പോൾ ഇതാ നമ്മുടെ അവിൽ ഏതാണ്ടൊക്കെ ഒന്ന് നല്ലതുപോലെ നമ്മുടെ ശർക്കര പാനിയിലും തേങ്ങയിലും നെയ്യിലൊക്കെ കിടന്ന് ഒന്ന് വിളയിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള സാധനങ്ങൾ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇതിലേക്ക് പൊട്ടുകടല മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് നിലക്കടലയും അണ്ടിപ്പരിപ്പും ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. നമുക്ക് എളുപ്പത്തിൽ സിമ്പിളായിട്ട് കഴിക്കണമെന്ന് തോന്നുന്ന സമയത്ത് ഉണ്ടാക്കിയെടുക്കാനായിട്ടാണെങ്കിൽ ഇതേപോലെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ ഞാൻ ഇതിലേക്ക് പൊട്ടുകടല മാത്രമേ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് എള്ളാണ്, കറുത്ത എള്ള് കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എള്ളൊക്കെ ആകുമ്പോൾ നമ്മുടെ ഹെൽത്തിനൊക്കെ നല്ലതല്ലേ. അപ്പോൾ ഈ കറുത്ത എള്ളുള്ളവർ കറുത്ത എള്ള് തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ എള്ളില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇത് ഉണ്ടാക്കാതിരിക്കേണ്ട, എള്ളില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ വളരെ സിമ്പിളാണ് കേട്ടോ. എല്ലാ കൂട്ടുകാരും ഇത് റെഡിയാക്കി നോക്കണം. അപ്പോൾ നമ്മുടെ അവിൽ വിളയിച്ചത് ഇത്രയേ ഉള്ളായിരുന്നു. ഒട്ടും പാടില്ല, നമുക്ക് എളുപ്പം തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സ്നാക്ക് റെസിപ്പിയാണ്. കുഞ്ഞുങ്ങൾക്കാണെങ്കിലും മുതിർന്നവർക്കൊക്കെ ആണെങ്കിലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ ഷുഗറുകാർക്കൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ, കാരണം നമ്മളിതിൽ ശർക്കരയല്ലേ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ അവിൽ വിളയിച്ചത് ഏതാണ്ടൊക്കെ ഒന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് മാറ്റി കൊടുക്കാം ഗ്യാസിൽ നിന്നൊക്കെ. കുറച്ചൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഇതിനെ അപ്പോൾ തന്നെ കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ എല്ലാ വീഡിയോസിനും തരുന്ന സപ്പോർട്ട് സ്നേഹം ഈ ഒരു വീഡിയോയിലും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാകുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കാനും മറക്കരുത്. അപ്പോൾ അതിൽ ഓൺ ഓപ്ഷൻ കാണിക്കും. അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. അതുപോലെ തന്നെ ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയിട്ടുണ്ട്. എൻ്റെ ചാനലൊരു ഹൈപ്പ് ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട്. അതും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.